എഡിക്ഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരി മരിച്ചു. കൊടുവള്ളി എളേറ്റിൽ പുതിയോട്ടിൽ കളുക്കാംചാലിൽ KC ഗരീഫിന്റെ മകൾ ഫാത്തിമ ബത്തൂലാണ് മരിച്ചത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പനി ബാധിക്കുകയും പിന്നീട് ഭേദമാവുകയും ചെയ്തിരുന്നു. വെള്ളിയാഴ്ച രാത്രി പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് എളേറ്റിൽ വട്ടോളിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാർ പൂർണ്ണതോതിൽ പരിഹരിക്കാനാകാത്തതിനെ തുടർന്ന് ഇന്നും വിമാനങ്ങൾ റദ്ദാക്കുന്നത് തുടരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 9 വിമാനങ്ങളും തിരുവനന്തപുരത്ത് നിന്നുള്ള 2 വിമാനങ്ങളും ഇന്ന് റദ്ദാക്കി. ഇൻഡിഗോ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. മുംബൈ, ബംഗളൂരു വഴിയുള്ള ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ് എന്നീ വിമാനങ്ങളും രാവിലെ 11:20-നുള്ള മുംബൈ വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. തേയില ഫാക്ടറിയിൽ തേയില അരിയുന്ന യന്ത്രത്തിൽ തലകുടുങ്ങി തൊഴിലാളി മരിച്ചു. പട്ടുമല തോട്ടത്തിൽ നീലമുത്തുവിന്റെ മകൻ രാജേഷാണ് മരിച്ചത്. പട്ടുമല മലയാളം ലിമിറ്റഡിന്റെ ടീ ഫാക്ടറിയിൽ യന്ത്രം വൃത്തിയാക്കുന്നതിനിടെ വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. പച്ചക്കൊളുന്ത് അരിഞ്ഞ് ചെറുതാക്കുന്ന യന്ത്രമാണിത്. കൃത്യമായ ഇടവേളകളിൽ ഈ യന്ത്രത്തിന്റെ വശത്തുള്ള വാതിൽ തുറക്കുകയും അടയുകയും ചെയ്യും. യന്ത്രത്തിന്റെ വാതിൽ തുറക്കുന്ന സമയത്താണ് തൊഴിലാളികൾ ഉള്ളിൽ അടിഞ്ഞിരിക്കുന്ന തേയില തൂത്തുമാറ്റുന്നത്. ഇത്തരത്തിൽ തേയില തൂത്തുവാരുന്നതിനിടെ വാതിൽ അടയുകയും രാജേഷിന്റെ തല യന്ത്രത്തിനുള്ളിൽ കുടുങ്ങുകയുമായിരുന്നു. ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് നിന്ന് ശ്രീലങ്കയിലെ കൊളംബിയയിലേക്കു കണ്ടെയ്നറുമായി പോയ ചരക്കു കപ്പലിൽ തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഗോവ തീരത്ത് നിന്ന് 80 നോട്ടിക്കൽ മൈൽ അകലെ ഇന്നലെ ഉച്ചയോടെയായിരുന്നു അപകടം. ഗോവയിലെ ബെതുലിൽ നിന്നുള്ള MV മേഴ്സർ ഫ്രാങ്ക്ഫർട്ട് എന്ന ചരക്കു കപ്പലിനാണ് തീപിടിച്ചത്. മരിച്ചയാൾ ഫിലിപ്പീൻ സ്വദേശിയാണെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ആമയിഴഞ്ചാൻതോട്ടിലും റോഡ് വക്കിലും മാലിന്യം തള്ളിയ 9 പേരെ വാഹനമടക്കം കോർപ്പറേഷൻ ഹെൽത്ത് സ്ക്വാഡ് പിടികൂടി. ആമയിഴഞ്ചാൻതോട്ടിൽ വീണ ശുചീകരണ തൊഴിലാളി മരണപ്പെട്ട പശ്ചാത്തലത്തിലാണ് പരിശോധന കർശനമാക്കിയത്. കോർപ്പറേഷന്റെ രാത്രികാല സ്ക്വാഡിന് പുറമെ 3 സ്ക്വാഡുകൾ കൂടി കഴിഞ്ഞ ദിവസം രാത്രി പ്രവർത്തനം തുടങ്ങി. വ്യാഴാഴ്ച രാത്രി വനിതകളുടെ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. എടപ്പാളിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിലായി. വട്ടംകുളം മുതൂർ സ്വദേശി രതീഷിനെയാണ് ചങ്ങരംകുളം SI റോബർട്ട് അറസ്റ്റ് ചെയ്തത്. എടപ്പാളിൽ ഓട്ടോ ഡ്രൈവറാണ് പ്രതി. പരിചയത്തിലുള്ള ആൺകുട്ടിയെ കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് എടപ്പാളിലെ ലോഡ്ജിലെത്തിച്ച് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. ചങ്ങരംകുളം പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. രാമപുരത്ത് കന്യാസ്ത്രീയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരപ്പള്ളി സ്വദേശി ആൻമരിയാണ് മരിച്ചത്. പുതുവേലി മോർണിംഗ് സ്റ്റാർ മഠത്തിലെ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇൻഫോ പാർക്ക് കെട്ടിടത്തിൽ നിന്ന് വീണ യുവാവ് മരിച്ചു. ആലുവ കിഴക്കേ കടുങ്ങല്ലൂർ മുല്ലേപ്പള്ളി റോഡിൽ പാറക്കാട്ട് തെക്കേതിൽ ലാൻഡ് ഫോളിൽ സോമശേഖരന്റെ മകൻ TS ശ്രീരാഗാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 4:15-നായിരുന്നു സംഭവം. ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ 105 പേർ മരിച്ചതോടെ രാജ്യത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പ്രക്ഷോഭം നിയന്ത്രിക്കുവാൻ സൈന്യത്തെ വിന്യസിച്ചതായും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഓഫീസ് അറിയിച്ചു. പ്രതിഷേധം നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതോടെയാണ് സൈന്യം ക്രമസമാധാന ചുമതല ഏറ്റെടുത്തത്. സുരക്ഷാ സേനയും പ്രക്ഷോഭകാരികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇതുവരെ 2500-ലധികം പേർക്കാണ് പരിക്കേറ്റത്. തലസ്ഥാന നഗരമായ ധാക്കയിൽ മാത്രം 52 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. നന്ദി, നമസ്കാരം.